ഞാൻ കല്യാണ ഫംഗ്ഷന് പോവുകയും വരുമ്പോൾ ലേറ്റ് ആവും. ഇന്ന് ചോറും കറിയൊന്നും വെക്കണ്ട, ഇന്ന് അടുക്കളയിൽ ജോലിയൊന്നുമില്ല. തൂത്ത് തുടച്ച് വൃത്തിയാക്കണം, വലയടിക്കണം, തൂത്ത് തുടച്ച് നീറ്റാക്കണം, ബാത്റൂം കഴുകണം. പിന്നെ ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പഴഞ്ചോറ്, അതെടുത്ത് കഴിച്ചോണം. ഇന്നലത്തെ കറിയൊന്നും ബാക്കിയിരിപ്പില്ല. ഫ്രിഡ്ജിൽ പച്ചമുളക് ഇരിപ്പുണ്ട്, അതിലൊരെണ്ണം എടുത്ത് ഉടച്ച് കഴിച്ചോണം. കേട്ടല്ലേ? ഞാൻ വരുമ്പം ജോലിയെല്ലാം തീർത്ത് ക്ലീൻ ആയിരിക്കും. ഓക്കെ, ഞാൻ പോവാണ്. വാതിലടച്ചേക്കാം. എല്ലാം പോയി. ഒരു ചൂല് വാങ്ങിച്ചത് എത്ര നാളാണ് പറയുന്നത്. ദൈവമേ, കാശുള്ളവർക്ക് ഒരു ചൂല് വെച്ചിടാൻ വയ്യ. നമ്മുടെയൊക്കെ അവസ്ഥയോ ഈ പാവപ്പെട്ട തുടച്ചിടാം. കഷ്ടപ്പാടുണ്ടോ
അത് പോയി. എനിക്കതിനൊരു മോശം വിഷമൊക്കെ വരുന്നത് ജോലിയെല്ലാം ചെയ്തല്ലേ എന്തെങ്കിലും മറന്നു പോയോ എന്നിട്ട് കിടന്ന് ആടി കൊടുക്കോ. അപ്പോ പച്ചമുളക് ഉടച്ച് കഴിക്കണം. ഈശ്വര അടുത്ത ജന്മത്തിൽ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടാൽ ഏത് കുഞ്ഞിനൊക്കെ ആരും കൊടുക്കാൻ പറ്റുമോ. അത് കൊടുക്കുമ്പോ ഈ സങ്കടമില്ല ദൈവം. കുഞ്ഞുങ്ങളൊന്നും അറിയരുത്. നമ്മൾ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾ നന്നായിരിക്കും. മണിയത്രായും സമയം 3:45 ഒരു അരമണിക്കൂർ കിടക്കാം. നേരെ 5 മണിക്കല്ലേ വരുള്ളൂ. യേശുവേ എൻ്റെ നടുവേദന ഷുഗറിൻ്റെ ഗുളിക തിന്നിരിക്കുന്ന മേടിച്ചോണ്ട് പോയി പോകുന്നു. ഇതെന്ത് വാതിൽ ഉടച്ചിട്ടില്ല. വാതിൽ ഉടയ്ക്കാതെ എവിടെ പോയിരിക്കുന്നു? ഓ ഇവിടെ സുഖിച്ച് കിടക്കണ. ശരി 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 ശരി. നിന്റെ താഴെ വന്നിട്ടുണ്ടല്ലോ. എത്ര നേരം ബെല്ലടിക്കുന്നു? എത്ര നേരം ബെല്ലടിക്കുന്നു? നീ കേട്ടില്ലേ? ഇല്ല മേഡം, ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വയ്യാത്തതുകൊണ്ടൊക്കെ കിടന്നതാണ് മേഡം. ഇല്ല, ഞാൻ ഭയങ്കര നടുവേദനയായിട്ട് കിടന്നതാണ് മേഡം. എന്നോട് ക്ഷമിക്കും മേഡം. ഞാൻ ജോലിയെല്ലാം തീർത്തിട്ടാണ് മേഡം ഒന്നും തലചാച്ചത്. വേറൊന്നും ചെയ്തില്ല. ഞാൻ പോട്ടാ. ഓ ശരി മേഡം. എന്തോന്ന് ഓണെന്നാ?
സംസാരിച്ച് എൻ്റെ വായിൽ വെള്ളം കൂടെ വെറ്റി പോവുകയും ചില സമയത്ത്. ജോലി അറിയില്ലെങ്കിൽ വരരുത്. ജോലി അറിയാമെങ്കിൽ മാത്രമേ വരാവൂ. അതും തിന്നാൻ പാടില്ല. ജോലിയെല്ലാം കഴിഞ്ഞേ തിന്നാൻ പാടുള്ളൂ. തിന്നുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറും. ഈ എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴാണ് ക്ഷീണം വരണതും പല ചിന്തകൾ വരണതും വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആഹാരം കഴിക്കാതെ വിശന്ന് നിൽക്കുമ്പോൾ ഈ തോന്നലൊന്നും വരില്ല. വൃത്തിയായിട്ട് നീറ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റും. വാങ്ങിക്കുന്ന ശമ്പളത്തിന് കൃത്യനിഷ്ഠമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നിനക്കൊക്കെ പട്ടുമത്തയിൽ ഉറക്കം ഞാൻ അങ്ങോട്ട് പോയ സമയം കൊണ്ട്. നീ മിടുമിടുക്കി തന്നെ. ഏതായാലും ഭയങ്കര സംബോധന പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ക്ഷീണം. ഒരുത്തുപോലും തുടച്ച് തൂത്ത് ഒന്ന് വൃത്തിയാക്കി ഉടനെ നമുക്ക് ക്ഷീണം വന്നു. അമ്മച്ചി ഞാൻ മുന്നൊന്ന് സുഖിച്ച് കിടക്കണം. 7-10 മോണിപ്പല്ലടിച്ചിട്ട് തുറക്കാൻ പോയി. കഥവും കൂട്ടിയിട്ടില്ല. ഈ വീടിനകത്ത് ആരെങ്കിലും കയറി ഇരിക്കുന്ന സ്വർണ്ണം പണം എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്താല്? നീ തരുമോ? നിന്റെ വീട്ടിൽ എന്തൊരു ചീനിക്കുരിപ്പുണ്ട്? ചെറ്റ മറിച്ച് കിടക്കണം വീട്ടിനകത്ത്. എന്തെങ്കിലും ഉണ്ട് നിനക്ക് തരാനായിട്ട്? നീ സത്രജേരി പോയി കിടന്ന് അഴി എണ്ണിയാലും നിനക്കൊന്നും തരാൻ കാണില്ല. ജോലിക്ക് വന്നിരിക്കുന്നു. വീട്ടുജോലിക്ക് വരാനുള്ള തകതി പോലും നിനക്കില്ല. ഞാൻ നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? പോകുമ്പോ ഒന്നും എടുത്തോണ്ടൊന്നും പോരുത്. പറഞ്ഞേട്ടാ. രാവിലെ വന്നപ്പോ കൊണ്ടുവന്നില്ലല്ലോ. ഇവിടെ വരുമ്പോ ഇടുന്ന ഡ്രസ് അസൈനിലിട്ടിട്ട് പോന്ന. അത് മതി. പൊക്ക അടുക്കള കഥ ക്ലോസ് ചെയ്തിട്ട് പോകും. ശരി. വീട്ടുജോലിക്ക് ഒരാളിനെ വെച്ചാൽ നമ്മളും പിറകേ നടന്ന് ജോലി ചെയ്യിക്കണം. അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അത് വൃത്തിയായില്ല, ഇത് വൃത്തിയായില്ല. ഇവിടെ വരുന്ന വേസ്റ്റൊക്കെ തിന്നുകൊണ്ട് പോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജോലിക്കാരിയെ വെച്ചത്. അവിഞ്ഞതും പുഴുത്തതും ഒക്കെ എടുത്ത് കളയണതിന് പകരം അങ്ങനെ ഒരുത്തിയെ വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും വേസ്റ്റ് ആവാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജോലിക്കാരി വെച്ചത്. അതിപ്പോ വിലയായി. അതിപ്പോ എനിക്ക് വിലയായി മാറി. പെട്ടെന്നത്തേക്കോ ഉറക്കം. നാളെ ഇനി എന്താണ് ചെയ്യുന്നത് ആർക്കറിയാം? എനിക്ക് കണക്കിന് പുറത്തോട്ടൊന്നും ഇറങ്ങി പോകണ്ടി. എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി. എവളെ നോക്കിക്കൊണ്ട് ഒരു ജോലിക്കാരി വെച്ചെന്നും പറഞ്ഞ് അവളെ മാനേജ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? ഇത് ശരിയാവില്ല. ഇത് ഓഫീസ് വഴി എടുത്താലും അല്ലാതെ നമ്മൾ തിരഞ്ഞെടുത്താലും എവിടുമാരൊന്നും ശരിയല്ല. എല്ലാം ഫ്രോഡുകളാണ്. കൈ തൊടാൻ കൊള്ളാത്ത ഫ്രോഡുകൾ. ഈ കണക്കിന് പൈസ കൊടുത്ത് എവർക്കൊക്കെ പൈസ കൊടുക്കണ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് വിഷയം മേടിച്ച് വെച്ചാൽ അവരെല്ലാം ഒരു റോബോട്ടിനെ വാങ്ങിച്ചു വെച്ചാൽ മതി. എല്ലാ ജോലിയും ചെയ്തോളൂ. പറഞ്ഞു കൊടുക്കേണ്ട ഒന്നും ചെയ്യണ്ട. റോബോട്ട് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്ത് ഫുഡ് വരെ ഉണ്ടാക്കി മണിയിൽ കൊണ്ടുതരും. പൈസ തരണമെന്ന് വിചാരിച്ചു. അവരങ്ങനെയൊക്കെ പറഞ്ഞു വേദനിപ്പിച്ചപ്പോ അത് കേൾക്കാൻ തോന്നിയത് ആ കട്ടിലൊരിത്തിരി തല ചേർത്ത് കാണാം. അത്രയും എന്നെ വേദനിപ്പിച്ചത്. എന്റെ വീട്ടിലുണ്ടല്ലോ ചെറിയൊരു കട്ടിലെങ്കിൽ, ചെറിയൊരു മെത്തയും ചെറിയൊരു കട്ടിലെങ്കിൽ എന്റെ വീട്ടിലുണ്ടല്ലോ. എന്തിനാണപ്പ എന്നെങ്ങനെ വേദനിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഒന്ന് ഭയങ്കര നടുവേദനയുണ്ട്. വെറുതെ ഒന്ന് കിടന്നത് അവരല്പം നേരം ഉറങ്ങിപ്പോയി. ഞാൻ 5 മണിയാണെന്ന് പറഞ്ഞില്ല. മാഡം ഒന്ന് ഫോണിൽ അടിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഒരു മനുഷ്യനല്ലേ ജോലി ചെയ്യുന്ന ക്ഷീണം കൊണ്ടാണ് കിടന്നു പോയത്. ദൈവമേ, എന്നാ നിന്റെ കഷ്ടപ്പാട് വാർദ്ധക്യം വരുന്നതിന് മുമ്പെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നു.